കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞു. പക്ഷേ ഈത്തപ്പഴം ഇതുവരെ കഴിഞ്ഞില്ല. ഇവിടെ എങ്ങനെയാണ്, ഇത് വെച്ച് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കിയാലേ എല്ലാവരും കഴിക്കുകയുള്ളൂ. എപ്പോഴും ഷേക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കുടിക്കുക. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഡേറ്റ്സിൻ്റെ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് 25 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടെടുക്കാം. ഇതൊരു ടേസ്റ്റി കേക്കാണ്, മാത്രമല്ല അതുപോലെ തന്നെ ഇതൊരു ഹെൽത്തി കേക്ക് കൂടിയാണ്. അതായത് നമ്മളിതിലേക്ക് എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഈത്തപ്പഴക്കൊന്ന് കഴുകിയിട്ടെടുക്കാം. ഇതിലേക്ക് ഒരു 1.5 കപ്പ് പാൽ വേണം. 1.5 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ മെഷറിംഗ് കപ്സ് ഒന്നും വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ഗ്ലാസ് ആയാലും മതി. പക്ഷേ എല്ലാ ആളുകളും അതിൽ തന്നെ എടുക്കണം എന്ന് മാത്രം. നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു പാത്രം ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കേക്ക് ടിന്നൊന്നും വേണമെന്നില്ല, ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രം ആയാലും മതി. നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഡേറ്റ്സൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചൂട് പാലായിട്ട് എടുക്കേണ്ടത്, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. എന്നാലേ പെട്ടെന്ന് തന്നെ ആയിട്ട് കിട്ടുകയുള്ളൂ. ഒരു അരമണിക്കൂറൊക്കെ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ നമ്മളിത് വിത്തൗട്ട് ഓവനല്ലേ ചെയ്യുന്നത്, സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടൊരു പോട്ട് ചൂടാവാനായിട്ട് വെക്കണം കേട്ടോ. ഇനി നമ്മുടെ ഈ ഈത്തപ്പഴത്തിൻ്റെ മിക്സിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ഹെൽത്തി റെസിപ്പിയാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യാം. മൈദ, ഓട്സ് പൗഡർ എന്തായാലും കുഴപ്പമില്ല. ഏത് വെച്ചിട്ട് ചെയ്താലും ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗോതമ്പ് പൊടിയിൽ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ബാറ്ററിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട്. എന്നിട്ട് നമുക്ക് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ലിഡ് വെച്ച് അടക്കാം. ഇതുപോലെ ചെറിയ ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടക്കാനായിട്ട് എന്തെങ്കിലും ഒരു പേപ്പർ പീസ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്താൽ മതി, എന്നാൽ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്, കുറച്ച് നട്ട്സ് വേണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബദാമും കാഷ്യൂനട്ട്സും കിസ്മിസും ആണ്. നമുക്ക് വാൾനട്ട്സും അതുപോലെ ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതും കൂടി നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ഇതും കൂടെ കഴിക്കാൻ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. കേക്ക് പകുതി കുക്കായി വരുമ്പോൾ അതും കൂടി ഒന്നും കൂടി അടച്ചു കൊടുക്കാം. ഇനി ഒരു 40 to 45 മിനിറ്റ്സ് ആകുമ്പോൾ നമുക്ക് ഇതുപോലൊരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നോ മൈദ, നോ ഷുഗർ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഡേറ്റ്സ് കേക്ക്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.